നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ തോട്ടത്തിലാണ്. ഞാൻ കാണിച്ചു തരാം. നിലത്തോട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു ഗ്രാനുകൾ നമുക്ക് ഈ ചെടിയുടെ ചുറ്റും എല്ലാം കാണാൻ പറ്റും. കുറച്ച് അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത് 2 ദിവസം മുമ്പ് ഇട്ടിരിക്കുന്ന ഗ്രാനുകളാണ്. ഇത് വേറൊന്നുമല്ല, ഇത് ഡോളമൈറ്റാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, സയൻറ്റിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങളൊന്ന് പറയുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വ്ളോഗിൻ്റെ ഉദ്ദേശം. അപ്പോൾ സത്യത്തിൽ നമ്മുടെ തോട്ടത്തിൽ ഈ ഒരു മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് വ്യാപകമായിട്ട് പണ്ട് ഉപയോഗിച്ചിരുന്നതും ഇപ്പം ഒരുപക്ഷെ ചിലവ് കുറഞ്ഞ രീതിയിൽ എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു രീതി, മണ്ണിൻ്റെ pH കറക്റ്റ് ചെയ്യാൻ വേണ്ടി, അതുപോലെ കെടുവെള്ളത്തിൻ്റെ സാന്നിധ്യമൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുമ്മായം കലക്കി ഒഴിക്കുകയോ കുമ്മായം പൊടി ഇടുകയോ അതല്ലെങ്കിൽ കക്ക നേരിട്ടിടുകയോ ഒക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ അതിനെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഗ്രൂപ്പിലാണെങ്കിലും അതിന് പലതരത്തിലുള്ള ചർച്ചകളുണ്ടായിരുന്നു. അത് മൈക്രോ ഓർഗാനിസത്തെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. വളരെ പെട്ടെന്നുണ്ടാകുന്ന pH ചേഞ്ച് ഈ പറയുന്ന മൈക്രോ ഓർഗാനിസത്തിൻ്റെ ലിവിങ് സിസ്റ്റത്തിനെ പെട്ടെന്നൊരു ഹാർഷായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുകയും അത് അതിനെ നശിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നുമാണ് നമ്മൾ മറ്റ് റെഫറൻസ് നടത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്താണേലും ഈ ഒരു സമയം നമ്മൾ ഇത്തരത്തിലുള്ള pH കറക്ഷൻ പരിപാടികൾ നടത്തുക, അല്ലെങ്കിൽ ഈ കെടുവെള്ളത്തിൻ്റെ ആ ഒരു പ്രശ്നത്തെ ഇല്ലാതാക്കുക, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ പ്രയോഗം ആവശ്യമാണ്. അപ്പോൾ കുമ്മായമല്ലാതെ മറ്റെന്താണ് ഓപ്ഷൻ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് പലതരത്തിൽ, ഇപ്പോൾ പോളിഹാലൈറ്റ്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹോറസ് പോലെയുള്ള സാധനങ്ങളും ഉപയോഗിക്കാമെങ്കിലും കൃത്യമായിട്ടുള്ളൊരു pH കറക്ഷനും അതൊരു ലോങ് ടൈമിലേക്ക് നീണ്ടു നിൽക്കുകയും ചെടികൾക്ക് വലിയ ഹാർഷായിട്ടുള്ള ചേഞ്ചസ്, വളരെ സഡനായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കിയിട്ട് മൈക്രോ ഓർഗാനിസത്തെ നശിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മറ്റൊരു ഓപ്ഷനായിട്ടുള്ള കാൽസ്യം മഗ്നീഷ്യം കാർബണേറ്റ് എന്ന ശാസ്ത്രനാമത്തിലുള്ള ഡോളമൈറ്റ് തന്നെയാണ്. അപ്പോൾ ഡോളമൈറ്റിൻ്റെ ഉൽപ്പാദനവും എന്നാൽ ഡോളമൈറ്റിൽ തന്നെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും അതിനുള്ളൊരു പരിഹാരവുമൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ ഡോളമൈറ്റ് എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് ശരിക്കും പ്രകൃതിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന ഒന്ന് തന്നെയാണ്. പ്രകൃതിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഡോളമൈറ്റ് പാറകളുണ്ട്, അതിനെ നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് പൊടിച്ച് അത് തരിതരിയായി 100-ൻ്റെയും 200-ൻ്റെയും 300-ൻ്റെയും മെഷിലേക്ക് തീരെ പൊടിയായിട്ട് പൊടിച്ച് അതിനെ ചാക്കിലേക്ക് നിറച്ചിട്ട് ഡയറക്റ്റ് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ് സാധാരണ രീതിയിലുള്ള പൊടി രൂപത്തിൽ നമുക്ക് ലഭിക്കുന്ന ഡോളമൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഡോളമൈറ്റിൽ അടങ്ങിയിരിക്കുന്നത് കാൽസ്യം ഉണ്ട്, അതിനകത്ത് മഗ്നീഷ്യം ഉണ്ട്. അപ്പം നമ്മൾ കുമ്മായത്തിനെ കഴിഞ്ഞ്, കുമ്മായം ഡയറക്റ്റ് ഒരു കാൽസ്യം മാത്രം നമ്മുടെ മണ്ണിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഡോളമൈറ്റാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ അതിൽ കാൽസ്യവും ഉണ്ടാവും, അതോടൊപ്പം തന്നെ മഗ്നീഷ്യത്തിൻ്റെ ഒരു സാന്നിധ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഡോളമൈറ്റ് ആണ് എന്നാണ് പൊതുവിൽ നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ ഡോളമൈറ്റിനൊരു പ്രശ്നമുണ്ട്. ഡോളമൈറ്റ് പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒന്നായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ഒക്കെ അളവിൽ ഏറ്റക്കുറച്ചിലുണ്ടാവാം. അപ്പം എല്ലാ ഡോളമൈറ്റും, എല്ലാ ചാക്കിലെയും ഡോളമൈറ്റ് ഒരേ രീതിയിലുള്ള ഒരു റിസൾട്ട് ആയിരിക്കില്ല നമുക്ക് തരുന്നത്. ഡെഫിനറ്റ്ലി അത് pHൻ്റെ കറക്ഷൻ ഉണ്ടാകും, പക്ഷേ എത്ര ലോങ് ടൈം ആയിട്ടുള്ള ഒരു റിസൾട്ട് അതിനുണ്ടാക്കും, അതുപോലെ തന്നെ മഗ്നീഷ്യത്തിൻ്റെ സപ്ലൈ എത്ര ഉണ്ടാവും എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന സമയത്താണ് ഇതിനൊരു വേറെ ഓൾട്ടർനേറ്റീവ് ഏതെങ്കിലും തരത്തിലുണ്ടാകുമോ എന്ന് അന്വേഷിക്കുന്നത്. അങ്ങനെ അന്വേഷിച്ച സമയത്ത് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ 2-3 സുഹൃത്തുക്കൾ, അതിൽ ആദ്യം എനിക്കിത് സജസ്റ്റ് ചെയ്ത് എന്നോട് പറയുന്നത് നമ്മളുടെ നെടുങ്കണ്ടത്തുള്ള പ്രസാദ് രാജൻ ഭായിയാണ്. അദ്ദേഹത്തിനോട് ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞതുപോലെ വനേഷ് ബാബു സാറും ഒക്കെ ഇത് നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പീരുമേട്ടിലുള്ള. അപ്പം പിന്നീട് ഇത് ഗ്രൂപ്പിൽ ചർച്ച വന്ന സമയത്ത് വനേഷ് ബാബു സാറ് വളരെ ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വിശദീകരണം അതിനകത്ത് തന്നിരുന്നു. ഞാൻ പേഴ്സണലായും അദ്ദേഹത്തിനോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു വർഷത്തിൽ 3 തവണ ഈ ഡോളമൈറ്റ് മണ്ണിൽ പ്രയോഗിച്ച് നിരന്തരം മണ്ണിൻ്റെ pH ഏതാണ്ട് കൃത്യമായ രീതിയിൽ നിലനിർത്തുക എന്നുള്ളൊരു കൃഷി രീതി പിന്തുടരുന്നു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞതിനെ തുടർന്ന് ഞാൻ എന്താണേലും ആ പർട്ടിക്കുലർ ഡോളമൈറ്റ് മേടിക്കാൻ തീരുമാനിച്ചു. ആ ഡോളമൈറ്റ് മിൻശക്തി എന്ന പേരിലാണ് മാർക്കറ്റിൽ കിട്ടുന്നത്. അപ്പോൾ ഈ മിൻശക്തിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിതിൻ്റെ ചോട്ടിൽ കിടക്കുന്ന സാധനം തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇതാണ് മിൻശക്തിയുടെ ഒരു തരി. ഇതൊരു ഗ്രാനുവൽ രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഈ ഗ്രാനുവൽ രൂപത്തിൽ അവർ കൃത്രിമമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതല്ല, മറിച്ച് സാധാരണ ഖനികളിൽ നിന്ന് എക്സ്കവേറ്റ് ചെയ്തെടുത്ത് പൊടിക്കുന്ന ആ
ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ഡോളമൈറ്റിനെ തന്നെ അവരുടെ ഫാക്ടറിയിൽ വീണ്ടും ഗ്രാനുലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഗ്രാനുലാക്കുമ്പം അതിന് മുമ്പ് ഒരു പ്രോസസ്സും കൂടെ ചെയ്യുന്നുണ്ട്. അതായത് അതിലെ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും അളവ് എത്രത്തോളമുണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് അത് കൃത്യമായ ഒരു തോതിലേക്ക് എത്തിച്ചതിന് ശേഷം ഗ്രാനുലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നതെന്നാണ് കമ്പനി പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലായിട്ടുള്ള കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും സാന്നിധ്യം ഇതിനകത്ത് ഉണ്ടാവും. അതിൻ്റെ ചാക്കിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവരത് കൃത്യമായി അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്ര പെർസെൻറ്റേജ് കാൽസ്യമുണ്ട്, എത്ര പെർസെൻറ്റേജ് അതിനകത്ത് മാഗ്നീഷ്യം ലഭിക്കും എന്നുള്ളത്. മാത്രമല്ല ഇത് ഗ്രാനുവൽ രൂപത്തിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വളരെ പതിയെ മണ്ണിൽ അലിഞ്ഞിറങ്ങുകയും വളരെ നാളത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ഏറെ നാളത്തേക്ക് അതിൻ്റെ ഒരു സാന്നിധ്യം മണ്ണിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ pH ഏതാണ്ടൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്താനുള്ള ഒരു കഴിവ് ഈ പറയുന്ന മിൻശക്തി ഡോളമൈറ്റിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ തന്നെ ഒരു കാര്യം കൂടെ പറയാൻ ഇതിൻ്റെ കൂട്ടത്തിൽ, കാരണം ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പ്രൊമോഷനായിട്ട് ചിത്രീകരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഞാൻ എന്താണെങ്കിലും ഈ ഒരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുകയല്ല, ഈ ഒരു പ്രൊഡക്റ്റിനെ മാത്രമാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്ന് പലരും അവരുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നു. അത് സയൻറ്റിഫിക്കായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എന്താണ് അതിൻ്റെ റിസൾട്ട് വ്യത്യാസം എന്ന് പറയുക മാത്രമേ ഉള്ളൂ. ഞാനിത് 11 ചാക്ക്, ഒരു ചാക്കിന് 600 രൂപ കൊടുത്ത് മേടിച്ച് ഇട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് കമ്പനിക്കാർ എനിക്ക് സൗജന്യമായിട്ട് തന്നുകൊണ്ട് ഞാൻ പറയുന്ന ഒരു റിവ്യൂ ഒന്നുമല്ല. അപ്പോൾ എന്താണെങ്കിലും ശരി, അതൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനോട് ചേർത്തിട്ട്, ഇപ്പം ഏലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു പൊടിക്ക് അസിഡിക് ആയിട്ടുള്ള മണ്ണിനെ ഇഷ്ടപ്പെടുന്നതാണ്. വളരെ ചെറിയ തോതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 to 6.5 വരെ pH ആണ് എങ്കിൽ ഏലച്ചെടിക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ പല പേപ്പേഴ്സും നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ കുമ്മായം നമ്മൾ പ്രയോഗിക്കുന്ന സമയത്ത് കുമ്മായം വളരെ പെട്ടെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ റാപ്പിഡായിട്ടുള്ള ഒരു ചേഞ്ച് മണ്ണിൻ്റെ pHനകത്ത് വരുത്തുകയാണ് ചെയ്യുന്നത്. അതൊരു പക്ഷേ 7-ന് മുകളിലേക്കും 8-ന് മുകളിലേക്കുമൊക്കെ പല സ്ഥലത്തും പോകാറുണ്ട്. അപ്പോൾ കൃത്യമായി പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാരണം കുമ്മായത്തിൻ്റെ സ്വഭാവം തന്നെ അതാണ്, ഈ പറയുന്ന അമ്ലതയെ ഇല്ലാതാക്കി മാറ്റുന്നതാണ് കുമ്മായത്തിൻ്റെ സ്വഭാവം. അപ്പോൾ അത് മുകളിലേക്ക് ഉയർത്താനുള്ള ഒരു പ്രവണത അതിനുണ്ട് കുറച്ചുകൂടെ കൂടുതലായിട്ട്. പക്ഷെ അത് ലോങ് ടൈം ആയിട്ട് നിൽക്കുകയൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ അത് നമ്മളടുത്ത വളപ്രയോഗം മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേനും അത് നേരെ താഴേക്ക് വരും. പിന്നീട് പതിയെ അസിഡിറ്റിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഡോളമൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഡോളമൈറ്റ് അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. അത് ഏതാണ്ട് നമ്മൾ കൃത്യമായ ഒരു ഇടവേളയിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അതിൻ്റെ പ്രവർത്തനം കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4 മാസത്തെ ഇടവേളയിൽ 3 പ്രയോഗം, ഒരു 250 ഗ്രാം ടു 200 to 250 ഗ്രാം. സാധാരണ നമ്മൾ തൂക്കി തന്നെ എടുക്കുക, കാരണം ഇതിന് വെയിറ്റ് കൂടുതലുള്ള ഒരു ഗ്രാനുകളാണ്. നമ്മൾ ചെടിയുടെ ചുറ്റും വളരെ സന്തോഷത്തിൽ വാരി ഇട്ട് കഴിഞ്ഞാൽ ഒരു 500 ഗ്രാം വരെ പോകും. വലിയ കൈയൊക്കെ ആണെങ്കിൽ അതിലും കൂടുതൽ പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കൈക്കകത്ത് നമ്മൾ വലത്തെ കൈ കൊണ്ട് ഇടുകയാണെങ്കിൽ ആ കൈക്കകത്തൊന്ന് വാരി അതൊന്ന് തൂക്കി നോക്കുക. എത്ര പിടി ഇട്ട് കഴിഞ്ഞാലാണ് ഒരു 200 ഗ്രാം വരുന്നത്, എത്ര പിടി ഇട്ട് കഴിഞ്ഞാലാണ് 250 ഗ്രാം വരുന്നത്. അത് ഒരു കണക്ക് കൂട്ടിയിട്ട് വേണം നമ്മൾ തീർച്ചയായിട്ടും ഇത് ചുവട്ടിൽ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചുറ്റും ഇടാം, അതോടൊപ്പം തന്നെ ആ ഏലത്തിൻ്റെ നടുക്കിലേക്ക് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കുറച്ച് സാധനം കൊണ്ട് ഇതിന് ചുറ്റും ഇടുന്ന വലിയ ബുദ്ധിമുട്ടല്ലേ, നമുക്ക് പൊടിച്ചു കൊടുത്താലോ എന്നൊക്കെ പലരും സംശയം ചോദിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ പൊടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ലോങ് ടേം റിസൾട്ടിന് ചെറിയ പ്രശ്നമുണ്ട്. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊടിയായിട്ടുള്ള സാധനം വളരെ പെട്ടെന്ന് ചിലപ്പോൾ ഒരുപക്ഷെ മണ്ണിൽ അലിഞ്ഞു പോകാനും മഴയത്തൊലിച്ചു പോകാനും ഒക്കെ സാധ്യതയുണ്ട്. ഇതാവുമ്പം അതവിടെ കിടക്കും, വളരെ പതിയെയാണ് അലിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു 3 മാസം 4 മാസം വരെ അതിൻ്റെ റിസൾട്ട് അവിടെ കിട്ടും. അതിനുശേഷം അടുത്ത പ്രയോഗം നമ്മൾ കുറച്ച് ഒരു 250 ഗ്രാം ഇട്ടെടുത്ത് ഒരു 200 ഗ്രാമിലേക്ക് കുറച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നീട് ഒരു 4 മാസം കൂടെ കഴിയുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 200 അല്ലെങ്കിൽ ഒരു 150 ഗ്രാം ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വർഷം മുഴുവൻ അതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യും. അടുത്ത വർഷം വീണ്ടും നമ്മളിത് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത് വളരെ കുറഞ്ഞ ചിലവിൽ നമ്മളുടെ തോട്ടത്തിൻ്റെ ഈ pHനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന സാധനമാണ്. അപ്പോൾ ഇതിനകത്ത് ഡോളമൈറ്റ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഉള്ള ഗുണം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് കിട്ടുന്നത് കാൽസ്യം മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ മഗ്നീഷ്യം കൂടെ കിട്ടുന്നുണ്ട്. കാൽസ്യം മഗ്നീഷ്യം കാർബണേറ്റ് എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. അപ്പോൾ എന്താണെങ്കിലും ശരി, കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും സപ്ലൈ കൃത്യമായിട്ട് നമ്മുടെ ചെടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പല രീതികൾ ഉപയോഗിക്കുന്നുണ്ട്. ആ രീതികളിൽ ഏറ്റവും കുറച്ചുകൂടെ
ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നത് ഡോളമൈറ്റ് ആണ്. ആ ഡോളമൈറ്റിൽ തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് മിൻശക്തിയുടെ ഗ്രാനുൽ രൂപത്തിലുള്ള ഈ ഡോളമൈറ്റ് ആണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ എന്താണേലും ഇത് നമ്മുടെ തോട്ടത്തിൽ ഇടുന്നുണ്ട്. ബാക്കി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് നമുക്ക് ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് തന്നെ പറയാം. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് അത് ഇടുന്ന വീഡിയോസും കൂടെ കണ്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് കാൽസ്യത്തിൻ്റെ മഗ്നീഷ്യത്തിൻ്റെ അളവ് കൃത്യമായി നമുക്ക് ചെടികൾക്കുള്ളിലേക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് 25 കിലോയുടെ ചാക്കിന് 600 രൂപ നിരക്കിലാണ് വിൽക്കുന്നത്. നമ്മുടെ സാധാരണ വളക്കടകളിൽ എല്ലാ വളക്കടകളിലും ഇത് കിട്ടാനില്ല. ചില സ്റ്റോക്കിസ്റ്റുകൾ അങ്ങനെയൊക്കെയുള്ള കടകളിലാണ് കിട്ടുന്നത്. സോ ഞാൻ 2-3 ഇടത്ത് പോയതിന് ശേഷമാണ് എനിക്ക് കിട്ടിയത്. എന്താണെങ്കിലും ശരി, എനിക്ക് ഒരു 10-11 പാക്കറ്റ് വേണമായിരുന്നു, അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം കണ്ടുള്ളത്, ഇത് നമുക്ക് വളത്തിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് കമ്പനി നമ്മളോട് പറയുന്നത്. അപ്പം കുറച്ചുകൂടെ കൃത്യമായിട്ടുള്ള റിസൾട്ടിലേക്ക് അത് കിട്ടും. അതായത് മറ്റുള്ള വളങ്ങൾ ഇടുന്ന സമയത്തിൽ നമ്മൾ ചുറ്റി ഇട്ട് കൊടുക്കുന്നത്, ഇപ്പോൾ DAP, പൊട്ടാഷ്യം, മൈക്രോഫുഡ് അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഈ മിൻശക്തിയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇടാനുള്ള സമയലാഭമാണ് എൻ്റെ ഒന്നാമത്തെ. പിന്നെ കുറച്ചുകൂടെ പെട്ടെന്ന് ചെടികൾ കൃത്യമായ രീതിയിൽ ഇത് വലിച്ചെടുക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ അതിനകത്ത് കണ്ട ഒരു നെഗറ്റീവ്, അങ്ങനെ ചെയ്താലുള്ളൊരു നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് ഇതിന് കുറച്ച് ഗ്രാനുൾ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അതിനിത്തിരി വെയിറ്റ് കൂടുതലാണ്. കുറച്ച് മതി സത്യത്തിൽ ഒരു 250 ഗ്രാം. എൻ്റെ കൈക്കൊരു 3 പിടി എടുത്തു കഴിഞ്ഞാൽ അതൊരു 250 ഗ്രാമാണ്. അപ്പോൾ ഒരു 3 പിടി നമ്മളൊരു ചെടിയുടെ ചുവട്ടിലിട്ട് കഴിയുമ്പോഴത്തേനും അത് ഈ പറഞ്ഞ 250 ഗ്രാമിലേക്ക് എത്തും. പക്ഷേ നമ്മളൊരു വളത്തിൻ്റെ കൂട്ടത്തിലിടുമ്പോൾ വളം ചുറ്റി ഇടാൻ വേണ്ടി നമ്മൾ കുറച്ചൊന്ന് ലാവിഷായിട്ട് ഇടും. അപ്പം കൂടുതലായിട്ട് ഈ സാധനം ചിലവാകാനുള്ള സാധ്യതയുണ്ട്. സോ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇട്ട് തീർക്കാൻ പറ്റുന്നതാണ്. 25 കിലോ ചാക്കായതുകൊണ്ട് തന്നെ നമ്മൾ തോട്ടത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്ക് എടുത്ത് വയ്ക്കുക, പൊട്ടിക്കുക, അതാത് സ്ഥലത്ത് നിന്ന് ബക്കറ്റിലേക്കോ മറ്റോ എടുത്തിട്ട് ഒരു 2-3 പിടി വീതം വെതറിട്ട് കൊടുക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് ഇട്ട് തീർക്കാൻ പറ്റും. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത്, ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അതർവൈസ് ചിലവ് കൂടുതൽ വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഇത്ര ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തത്. ഇതിന് തൊട്ട് പുറകെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതും കൂടെ പറയാം. അപ്പോൾ അത് നമ്മൾ കാണിക്കുകയും ചെയ്യാം. DAP, പൊട്ടാഷ്, മൈക്രോഫുഡ്. DAP ഒരു 250 ഗ്രാം, പൊട്ടാഷ് ഒരു 150 ഗ്രാം ഇടുന്നുണ്ട് ഇപ്രാവശ്യം. പിന്നെ മൈക്രോഫുഡ് ഒരു 100 ഗ്രാം. അപ്പോൾ എത്ര? 250, 100, 350, 400, 500 ഗ്രാം അത് തന്നെ വന്നു. ഒരു 250 ഗ്രാം വേപ്പ് പിണ്ണാക്ക്, 250 ഗ്രാം എല്ലുപൊടി, 1 കിലോ വളം നമ്മളിതിൻ്റെ ചുവട്ടിൽ ഇടുന്നുണ്ട്. അതിന് മുമ്പ് വേറെ എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ അത് വിടാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.